കോട്ടയത്തെ ബെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ വീട്ടിൽ കയറി പനമ്പാലം സ്വദേശി സുരേഷിനെ ആക്രമിച്ചതായാണ് പരാതി. വായ്പാ തുകയുടെ മാസത്തവണ മുടങ്ങിയത് ചോദ്യം ചെയ്താണ് മൈക്രോ ഫിനാൻസ് എക്സിക്യൂട്ടീവ് കോട്ടയം പന്നിമറ്റം സ്വദേശി ജാക്സണും കൂട്ടാളിയും സുരേഷിന്റെ വീട്ടിലെത്തിയത്. രോഗിയായതിനാൽ ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ലെന്നും മുടങ്ങിയ മാസപ്പിരിവ് അടുത്ത മാസം ഒരുമിച്ച് അടയ്ക്കാമെന്നും സുരേഷ് അറിയിക്കുകയായിരുന്നു. എന്നാൽ പൈസയില്ലെന്നറിഞ്ഞപ്പോൾ വീട്ടിലെ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് നിർമ്മിച്ച പ്രതിമ കൊണ്ട് എക്സിക്യൂട്ടീവായ ജാക്സൺ തലക്കടിക്കുകയായിരുന്നുവെന്നാണ് സുരേഷ് പറയുന്നത്. കഴിഞ്ഞ മാസം അടച്ച് ലെവൽ ചെയ്ത് പോവുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അടച്ചില്ല. അടയ്ക്കാൻ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം വന്നു അവിടെ ഞാൻ പറയുമ്പോൾ മേലായിരിക്കുവാണ് പഠിക്കുമ്പോൾ അടയ്ക്കാന്ന് പറഞ്ഞു. ഇതേപോലെ പുള്ളി അങ്ങ് പോയില്ലേ. ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് അവർ രണ്ടുപേരും വന്ന് അവരോട് പറഞ്ഞു പഠിക്കുമെന്ന് തുടങ്ങിയില്ല, ഞാൻ അടച്ചോളാം. അപ്പൊ നമുക്ക് പെൻഡിങ് ഈ മേലാഴി വന്നതോടുകൂടി പെൻഡിങ് വരുന്നത്, അല്ലാതെ നമ്മൾ അവിടെ ക്ലിയർ ആയിട്ടായി പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ പറയാൻ നേരത്തെ ചേട്ടൻ പഠിക്കുവന്നല്ലേ ആ കാലിപ്പിനാണ് ദേഷ്യപ്പെടാണ്ട് തെറിയാൻ പറഞ്ഞു. അത് ഈ അന്നേരം അവിടെ ഞാൻ ആ വെച്ചിരുന്ന ഒരു ആനയുടെ ഒരു 1.5 അടി പൊക്കമുള്ളൊരു ഇരിപ്പുണ്ട് പ്ലാസ്റ്റർ പരസ്യം പൊട്ടിച്ചു. അവൻ അതെടുത്ത് 2.5 കിലോ വെയിറ്റ് ചെയ്തു. അത് വെച്ച് അടിക്കുമായിരുന്നു. ആക്രമണത്തിൽ സുരേഷിന്റെ ഇടതു ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് ഇവർ പോലീസിനെ വിവരമറിയിച്ചു. സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് ജാക്സനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വിശ്രമത്തിലിരിക്കെയാണ് സുരേഷിന് നേരെ ആക്രമണമുണ്ടായത്. മർദ്ദനമേറ്റ സുരേഷ് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സി മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.